കയ്യിലും സഞ്ചി കാശും എന്ത് ചെയ്യും? ഇനി 100 റുപ്യ എനിക്ക് കിട്ടിയാൽ മതി. 100 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം തെറ്റ്. ഒരു വഴിയുണ്ട്. ചെടീനെ ഇഷ്ടപ്പെടുന്ന വിത്തണം അയച്ചാടി എന്നിട്ട് മുട്ടി നോക്കാം. ചിലപ്പോൾ നടക്കാം. 100 പിടിക്കണം. കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് പിശുക്കുണ്ടെന്നുള്ളൂ. അത് കുഴപ്പമില്ല, പിശുക്കുമാരോടെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും കൊണ്ടുപോയി നോക്കാം. പുതിയ സാധനം കൂടെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ചെടി. ഇതൊരു ആൽബം കിട്ടിയിട്ടില്ല. ഇത് കണ്ടപ്പോൾ പിന്നെ ഇവിടെ ചെടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്ന ആളല്ലേ. കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് തകർച്ചെടി. ഇപ്പോൾ നമുക്ക് ഇത് 250 രൂപ. ആയാലും ഒരു 50 കുറച്ച് തന്നാൽ അതിൽ കുറക്കാണെന്നില്ല. സൂപ്പർ ചെടിയാ. ഇതിപ്പോൾ മറ്റുള്ള ഇനിയിപ്പോൾ ഇത് ഫേമസ് ആയി കഴിഞ്ഞാണ്ടല്ല. ഇത് പുറത്ത് 500 റുപ്യ 600 റുപ്യ വില വരും. ഇതിലേക്ക് താത്തിന് കിട്ടിയപ്പോൾ തകയാത്തിച്ചാണ്. ഇവിടെ ഉണ്ടാ വേണമെങ്കിൽ തക വരും. ഉറക്കാന്നല്ല 250 റുപ്യ വില. ഞാനേ അത് 1000 തരുന്നതാ. എനിക്കവിടെ ഇത് കണ്ടപ്പോൾ ഇത്താനും ഇങ്ങനെ മനസ്സിൽ പോകും. അപ്പൊ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഇനിയിപ്പോൾ എന്ത് കുറക്കാൻ എനിക്കൊരു കാര്യം 150 കാട്ടി കാശ് കിട്ടുക. 50 റുപ്യ കൂടുതലെല്ലാം എടുത്തോ, ഞാൻ പിന്നെ തരാം. ശരിട്ടാ, ഓക്കെ. പിന്നെ വല്ല പുതിയ ഉണ്ടെങ്കിലേ എന്താ പുതിയ ചെടിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. എവിടുന്ന്? 500 ഇതിനാ? 250 പിന്നെ പറഞ്ഞു. പിന്നെ 150 കിട്ടി. 150 ഇതാ ഈ ചെടിയാ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നിങ്ങളാ ചെടിയുടെ പുറമെ തന്നെയല്ലേ? ഇതാ ഈ ചെടി ഒന്ന് നോക്കിയേ. ആ ചെടി ഒന്ന് നോക്കിയേ. കണ്ടാ ഇതാര് തന്നിട്ടാക്ക്? ഏത് ചെക്കൻ? പോയി. അല്ല എന്ത് പെട്ടെന്ത് കാര്യം ചതിച്ച് പോയി.